ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചെങ്ചാൾ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു പശയാണ് നല്ലപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്കെച്ച് കളർ വേണം. എൻ്റെ കയ്യിൽ സാധാ സ്കെച്ച് കളർ ഇല്ലാണ്ടാണ് ഞാൻ ആ സ്കെച്ച് കളർ എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം. ഈ ഒരു സപ്ലൈസ് ഉണ്ട് ഇതേമാതിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ കയ്യിൽ അത് ഉണ്ടായതുകൊണ്ട് മാത്രം എടുത്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് A4 പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറി അല്ല നോട്ട്ബുക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുത് എടുക്കാൻ നോക്കാം കേട്ടോ. വലുതാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു പേജ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കഴിയുണ്ടാവില്ല. കാരണം നമ്മൾ കുറച്ച് സപ്ലൈസ് ചെയ്യാനുണ്ടാവും, കുറേ ഉണ്ടാവില്ല. എടുക്കുമ്പോൾ ചെറുതെടുക്കാൻ വേണ്ടി നോക്കാം. എന്നാൽ നമുക്ക് ആ പേജ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ ആ പാക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ വെട്ടാനൊരു ഈസിക്ക് വേണ്ടിയിട്ടും ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ വെട്ടിയെടുത്താൽ മതി. അങ്ങനെ എൻ്റെ കയ്യിലുള്ള നേക്കാരം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ ജേണൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇടുങ്ങിയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ വെട്ടിയെടുക്കാനുള്ളത്. ഈ ജേണലിങ് ചെയ്യുകയാണെങ്കിൽ ഒട്ടിക്കാനൊക്കെ നമുക്ക് വെറും 5 മിനിറ്റ് 8 മിനിറ്റ് മതിയാവും. പക്ഷേ ഇതിങ്ങനെ വെട്ടിയെടുക്കാൻ കുറേ സമയം വേണം. പിന്നെ ഞാനിത് വെട്ടുമ്പം അധികം സൈഡ് ഭാഗത്തേക്കാണ് പോകണമെന്നുള്ളത്. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നതും. അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് പകുതിയായിട്ട് കാണുന്നത്. ഇനി നമ്മൾ 20 രൂപയുടെ കുർക്കുറേൻ്റെ പാക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഫുള്ള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സൈഡിലേക്കുള്ള സംഭവം ഉണ്ട്, അതും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്ക് ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടൽ അധികം ഇങ്ങനെ എഴുത്തുള്ള സംഭവങ്ങളാണ് ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു പേജ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനവിടെ സൈഡിലൊരു ഫോട്ടോ വെക്കാം. ആ ഒരു ഫോട്ടോയിൽ നോക്കി ചെയ്യുന്നേക്കാരം എനിക്ക് നല്ലത്. കാരണം അതിൽ ആ ഒരു മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും സംഭവങ്ങളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സപ്ലൈസൊക്കെ മാതിരി ഉണ്ടാക്കാറുണ്ടല്ലോ, ഞാനവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം. അത് അതേമാതിരി ഉണ്ടാക്കുകയാണ് എനിക്ക് അങ്ങനെ അറിയുന്നില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ നല്ല ഫോട്ടോസ് ഉണ്ടാവും, അതിലൊക്കെ നോക്കി ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ വെട്ടി സംഭവങ്ങൾ നമ്മളെ ഇഷ്ടത്തിന് ഒട്ടിക്കാനുള്ളൂ. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിക്കോടെ ഒട്ടിക്കാന്നുള്ളൂ. എനിക്ക് നല്ലതായിട്ട് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു പീസ് ഞാൻ അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവത്തിൽ ഓറഞ്ച് കളറിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാൻ എടുത്തതായിരുന്നു. ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു ബോർഡറിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നിങ്ങൾ സ്കെച്ച് വെച്ചാണ്ട് ഈ ഒരു പേപ്പറിൽ വരയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം സ്കെച്ച് വെച്ച് വരയ്ക്കുമ്പോൾ അപ്പുറത്തേക്ക് നല്ലപോലെ പകരം നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ A4 വരച്ചതിന് ശേഷം മാത്രം ഇതിൽ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു സംഭവം വെച്ച് നോക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗവും ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നൊക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാ ഭാഗവും ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കണം. അപ്പോൾ ഞാൻ അതിങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള സ്ഥലം ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിലൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, അതേമാതിരി ചെയ്താൽ മതി. അത് ഇതിനെക്കാട്ടും സിമ്പിളാണ്. ആ മെയിനായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ആ പാക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള അത് മാത്രമേ യൂസ് ചെയ്താൽ കേട്ടോ സംഭവം. അപ്പോൾ നമുക്ക് കിട്ടിയില്ല. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ളത് ഈ ഒരു ചെറിയ കുറച്ച് പിക്ചേഴ്സാണ്. അത് ഞാൻ ഈ മെയിനായിട്ടുള്ള ഈ സംഭവം ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുകളിൽ കുറച്ച് കളർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നല്ലപോലെ അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് ഞാൻ ഫാനിൻ്റെ അടി വെച്ച് ഒന്നും കൂടി ഒന്ന് ഉണക്കി എടുക്കട്ടെ ഈ ഒരു പശ നല്ലപോലെ ഒട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ പശ എടുക്കുമ്പോൾ നല്ലപോലെ ഒട്ടുന്ന പശ എടുക്കുക, അല്ലെങ്കിൽ കവർ ചെയ്യാൻ പറഞ്ഞു പോരും കേട്ടോ. ഞാനിവിടെ 10 രൂപയുടെ ഫെവിക്കോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് എന്ത് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.